ഒരു കണക്ക് വായിച്ചു. അതെന്താ അറിയോ? ലോകത്ത് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുള്ള രാജ്യമേത്? അഫ്ഗാനിസ്ഥാൻ. ഞാനിപ്പോ അടുത്ത് വായിച്ചതാ. തകർക്കാൻ ശ്രമിക്കും. ഞാൻ തരാം. ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള സ്ത്രീകൾ സന്തോഷത്തിൽ ജീവിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ. ബിജെപിയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞല്ലോ, ലോകതരത്തിലുള്ള പല ഇൻഡെക്സുകളും പല റിപ്പോർട്ടുകളും സർവേകളും പുറത്തു വരുമ്പോ അതൊക്കെ കള്ളമാണ്. ഞാൻ ബിജെപിയുടെ പ്രതിനിധി ശ്രീ ബി ഗോപാലകൃഷ്ണൻ വെല്ലുവിളിക്കുന്നു. ലോകത്ത് ഏറ്റവും സ്ത്രീ സുരക്ഷയുള്ള രാജ്യം അഫ്ഗാനിസ്ഥാനാണ് എന്ന ഒരു സർവേയിൽ താങ്കൾ വായിച്ചു എന്ന് പറഞ്ഞ റിപ്പോർട്ട് ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് അങ്ങ് അയച്ചതാട്ടെ. എനിക്ക് തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആങ്കർക്ക് അയച്ചു കൊടുക്ക്. പച്ചക്കള്ളം പറഞ്ഞ് ഈ ചർച്ചകളിൽ വന്ന് മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി പച്ചക്കള്ളം തന്നെ പറയുകയാണ്. ഇന്നലെ ബിജെപിയുടെ മറ്റൊരു പ്രതിനിധി പറഞ്ഞു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം നിശ്ചയിച്ചിട്ടുണ്ട് 15. മനോരമയുടെ ചർച്ചയിൽ വന്നിരുന്ന് ബിജെപിയുടെ പ്രതിനിധി, ഞാൻ ബഹുമാനിക്കുന്ന ശ്രീ പത്മനാഭൻ വന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്റ്റാഫ് 15-ൽ താഴെയാണെന്നുള്ള നുണ പറഞ്ഞു. ഇന്ത്യ ടുഡേ TV കൊടുത്തിരിക്കുന്ന റൈറ്റ് ടു ഇൻഫർമേഷന്റെ ഉത്തരവാണ് എന്റെ കയ്യിലുള്ളത്. ദ ടോട്ടൽ ഓഫ് 301 പേഴ്സണൽ സ്റ്റാഫ് വർക്ക് അറ്റ് ദി പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് and the budget of the PMO is provisioned by the Union Home Ministry. This was shared by the PMO. ഗവൺമെന്റ് ജീവനക്കാർ വേറെ ഉണ്ടാവും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഗവൺമെന്റ് ജീവനക്കാരില്ലേ? പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ആകെ 15 സ്റ്റാഫേ ഉള്ളൂ. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 25 സ്റ്റാഫ് ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ തന്നെ ഒരു വിവരാവകാശ റിപ്പോർട്ട് കൊടുത്തു. 301 സ്റ്റാഫ് ഉണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ. ആ പൊളിറ്റിക്കൽ നിയമനം തന്നെ. അന്നേരമാണ് 15 പച്ചക്കള്ളം പറഞ്ഞ് മറ്റുള്ളവരെ തോൽപ്പിക്കാൻ ഏത് കള്ളവും ഉപയോഗിക്കാം എന്ന രൂപത്തിൽ പോയാൽ ഇതൊന്നും ശാശ്വതമല്ല. പട്ടിണിയുടെ കാര്യത്തിൽ, ജനാധിപത്യ അവകാശങ്ങളുടെ കാര്യത്തിൽ, പൗരാവകാശത്തിന്റെ കാര്യത്തിൽ, പത്രസ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ഏത് സർവേ എടുത്താലും ഈ ഇന്ത്യ വളരെ പിന്നിലാണ്. അവസാന 10 വർഷം കൊണ്ടാണ് ഈ പിന്നിലായത്. ദാരിദ്ര്യത്തെ നിങ്ങൾ എത്ര മതിൽ കെട്ടി സംരക്ഷിക്കാൻ നോക്കിയാലും ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ജനങ്ങളുടെ പ്രതികരണ ശേഷി അത് കൃത്യമായി ബാലറ്റിലൂടെ രേഖപ്പെടുത്തുന്ന സാഹചര്യമായിരിക്കും വരിക. നിങ്ങൾ ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കി പല ഘടകകക്ഷികളെ വിലക്കെടുത്ത് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് ഗവർണർമാരെ കൊണ്ട് രാഷ്ട്രീയം കളിച്ച് മുന്നോട്ട് പോയാലും ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങളുടെ മൗലികാവകാശം രേഖപ്പെടുത്തുന്ന ആ സുവർണ അവസരം ജനങ്ങൾ നന്നായി വിനിയോഗിക്കും. ഇവിടെ ഇന്ത്യ മുന്നണി അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അവ പരിഹരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും, അതിൽ സംശയമില്ല. നമ്മൾ ഈ ഗിവ് അവേ എന്നൊക്കെ പറയുന്നത് മാതിരി കൂട്ടത്തോടെ ഭാരതരത്ന ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുക്കുന്നത് നമ്മളിപ്പോ ആദ്യമായിട്ട് കാണുകയാണ്. ഒരാൾക്ക് ഭാരതരത്ന പ്രഖ്യാപിക്കുക, 2 ആൾക്ക് ഭാരതരത്ന പ്രഖ്യാപിക്കുക ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോ 5 പേർക്കായി ഭാരതരത്നം. അതും അതിൽ MS സ്വാമിനാഥനെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാവരും രാഷ്ട്രീയ നേതാക്കളാണ്. കർപ്പൂരി താക്കൂറിന്, LK അദ്വാനിക്ക്, PV നരസിംഹറാവുവിന്, ചൗധരി ചരൺ സിംഗിന്. ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി 5 പേർക്ക് ഭാരതരത്നം കൊടുക്കുന്ന ഒരു വർഷം തന്നെ 5 പേർക്ക് കൊടുക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. 1954-ൽ ആരംഭിച്ചതിന് ശേഷം ഇതുവരെയുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഇവിടെ പലരും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പൊ LK അദ്വാനിക്ക് കൊടുത്തു, അതുപോലെ തന്നെ PV നരസിംഹറാവുവിനും കൊടുത്തു. LK അദ്വാനിക്ക് കൊടുത്തത് അദ്ദേഹത്തിന്റെ സേവനം കാര്യങ്ങളൊക്കെ ഇപ്പൊ ബാബറി മസ്ജിദ് സ്ഥിതി ചെയ്ത സ്ഥലത്ത് തന്നെ രാമക്ഷേത്രം പണിയാൻ സാഹചര്യം ഒരുക്കിയത് രഥയാത്രയടക്കം അദ്ദേഹം നടത്തിയ സമരത്തിന്റെ ഒരു ഉൽപ്പന്നമാണെന്ന് നമുക്കറിയാം. അപ്പോ രാമക്ഷേത്രം പണിയാൻ സാഹചര്യം ഒരുക്കിയ ഒരാളായിരുന്നു LK അദ്വാനി. അതുപോലെ ശ്രീ PV നരസിംഹറാവുവിനെയും ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. ബാബറി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തച്ച് തകർക്കാൻ അനുവദിക്കപ്പെട്ടത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തെറ്റാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയത് നമ്മുടെ മുന്നിലുണ്ട്. അധികം നാൾ മുമ്പല്ല. ചരിത്രപരമായിട്ടുള്ള 4 തെറ്റ് ചൂണ്ടിക്കാണിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റായിട്ട് ചൂണ്ടിക്കാണിച്ചു. അപ്പൊ ആ സമയത്ത് പ്രധാനമന്ത്രിയായിരുന്ന ആളെ ഒരിക്കലും BJPക്ക് അകറ്റി നിർത്താൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യവും തിരിച്ചറിയുകയാണ്. അപ്പൊ BJP ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകുമ്പോൾ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ഇപ്പൊ 2014 മുതൽ തുടർച്ചയായി 10 കൊല്ലമായി അവർ ഭരിക്കുന്നു. 2014-ൽ 2 പേർക്ക് ഭാരതരത്ന കൊടുത്തു. 2015-ൽ ഭാരതരത്ന 2 പേർക്ക് കൊടുത്തു. അതിനുശേഷം തുടർച്ചയായിട്ട് കൊടുക്കുന്നില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുക്കെ എത്തിയപ്പോൾ, ഏറ്റവും തൊട്ടടുത്ത് എത്തിയപ്പോൾ 5 പേർക്ക് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അതായത് 2016-ൽ ഇല്ല, 17, 18, 19, 20 ഒന്നും ഇല്ല. രണ്ടാമത്തെ ടൈം BJP അധികാരത്തിൽ വരുമ്പോഴും ഇല്ല. ഇപ്പൊ തുടർച്ചയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെയാണ്. ഇവിടെ ചെറിയ രൂപത്തിൽ അത് സൂചിപ്പിച്ചു. ഇപ്പൊ കർപ്പൂരി ടാക്കൂറിന് കൊടുക്കുമ്പോൾ അതനുസരിച്ച് വലിയ രാഷ്ട്രീയ ചലനം ബീഹാറിൽ ഉണ്ടാക്കാൻ നല്ല ഗെയിം പ്ലാനോടുകൂടി ഇറങ്ങിത്തിരിക്കുകയും അതിലവർ വിജയിക്കുകയും അവിടെ ഭരണമാറ്റം ഉണ്ടാകുകയും ജനതാദൾ യുവിനെ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുകയും അവിടുത്തെ മുഖ്യമന്ത്രി രാജിവെച്ച് വീണ്ടും മുഖ്യമന്ത്രിയായി 5 തവണ കാലുമാറിയതും എല്ലാം ഗൗരവത്തോടെ നമ്മൾ ചർച്ച ചെയ്തതാണ്.
അതേപോലെ തന്നെ ഇപ്പോ ഏറ്റവും ഗൗരവമായി ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ സാഹചര്യത്തെയും നാം നോക്കി കാണേണ്ടതുണ്ട്. രാഷ്ട്രീയ ലോക്ദളിന്റെ നേതാവ് ജയന്ത് ചൗധരിയുടെ പ്രതികരണവും കഴിഞ്ഞ 3-4 ദിവസമായി ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന വാർത്തയും ഉത്തർപ്രദേശിൽ ബിജെപിക്ക് കഴിഞ്ഞ തവണത്തെ കൂട്ട് നേട്ടമുണ്ടാക്കണമെങ്കിൽ RLDയെ കൂടെ നിർത്തണമെന്നും ചില മേഖലകളിൽ നേട്ടമുണ്ടാക്കണമെങ്കിൽ ഇപ്പോഴത്തെ സഖ്യം കൊണ്ട് സാധിക്കില്ല എന്നും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അണിനിരന്നിരിക്കുന്ന 29 കക്ഷികളിൽ ചില കക്ഷികളെ അടർത്തിയെടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യം പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഇത്തരത്തിൽ ഭാരതരത്ന എന്ന അവാർഡിനെ പോലും അവർ ഉപയോഗിക്കുന്നത് നാം കാണുകയാണ്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പല പ്രഖ്യാപനങ്ങളും പല ഇടപെടലുകളും നമുക്ക് കാണാൻ കഴിയും. ഒരാഴ്ച മുമ്പാണ് പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമന്ത്രി ബംഗാളിൽ വെച്ച് പ്രസംഗത്തിൽ പറഞ്ഞത് ഒരാഴ്ചയ്ക്കുള്ളിൽ പൗരത്വ ഭേദഗതി നിയമം ഞങ്ങൾ നടപ്പാക്കും എന്ന് പ്രഖ്യാപിച്ചു. അതേ ദിവസം തന്നെ ശ്രീ സുരേഷ് ഗോപി കേരളത്തിൽ കാസർഗോഡ് വെച്ച് പ്രഖ്യാപിച്ചു യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാൻ 1-2 ആഴ്ച മതി, ഈ ഫെബ്രുവരി മാസം വിട്ടു പോകില്ല എന്ന രൂപത്തിലുള്ള പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. അതുപോലെ ഒരേ രാജ്യം ഒരേ തെരഞ്ഞെടുപ്പ് എന്നത് തെളിവെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ മുൻ രാഷ്ട്രപതി എത്തിച്ചേർന്നിരിക്കുന്നു. അതിന്റെ ഒരു തെളിവെടുപ്പിന്റെ അവസാന റിസൾട്ട് വരാൻ പോവുകയാണ്. അപ്പോ ഇവർ രാഷ്ട്രീയ മുദ്രാവാക്യമായി മുന്നോട്ട് വെച്ച മുഴുവൻ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കാൻ ഏത് തരത്തിലുള്ള പ്രഖ്യാപനവും തീരുമാനവും അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകതകളെ അട്ടിമറിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കും എന്നതിൽ ഒരു മടിയുമില്ല, ഒരു ഭയമില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 2016 മുതൽ പ്രഖ്യാപിക്കാത്ത ഈ ഭാരതരത്നം 2024 തെരഞ്ഞെടുപ്പിന് 2 മാസത്തെ മുമ്പാകെ 5 പേർക്ക് പ്രഖ്യാപിച്ചതിൽ അസ്വാഭാവികതയുണ്ട്. ഇനിയും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഇനിയും വന്നേക്കാം. കാരണം അവരുടെ ലക്ഷ്യം രാഷ്ട്രീയ ലക്ഷ്യമാണ്, അത് വീണ്ടും ഭരണത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. ഈ റാവുവിനെ പോലെ ഒരു ആന്ധ്രയുടെ അല്ലെങ്കിൽ ഒരു തെലങ്കാനയുടെ പുത്രനെ കോൺഗ്രസ് ഈ തരത്തിൽ അവഹേളിച്ചു എന്ന ഒരു കൃത്യമായ രാഷ്ട്രീയ സന്ദേശവും ഒരു രാഷ്ട്രീയ വായന അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ പള്ളി പൊളിച്ചപ്പോൾ അങ്ങനെ പ്രധാനമന്ത്രിയായിരുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പൊ പുരസ്കരിച്ചേക്കാം എന്ന് വിചാരിക്കുന്നൊന്നുമല്ല. എല്ലാം കൃത്യമായ കാൽക്കുലേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ്. അത് നമുക്ക് കൃത്യമായിട്ട് ഈ ഭാരതരത്ന കൊടുത്ത വർഷവും അത് വാങ്ങിച്ച വ്യക്തികളെയും പരിശോധിച്ചാൽ തന്നെ നമുക്ക് ബോധ്യപ്പെടും. ഇപ്പൊ 2015 അടൽ ബിഹാരി വാജ്പേയിക്ക് കൊടുത്തത്. അപ്പോൾ അദ്ദേഹം മുൻ പ്രധാനമന്ത്രി എന്ന രൂപത്തിൽ ശ്രീ അടൽ ബിഹാരി വാജ്പേയിക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് മുമ്പേ പ്രധാനമന്ത്രിയായിരുന്ന ആളാണല്ലോ ശ്രീ PV നരസിംഹറാവു. ശ്രീ അടൽ ബിഹാരി വാജ്പേയിക്ക് പ്രധാനമന്ത്രിയാവുന്നതിന് 10-15 വർഷം മുമ്പ് പ്രധാനമന്ത്രിയായ ആളല്ലേ ശ്രീ ചരൺ സിംഗ്. അന്ന് പ്രധാനമന്ത്രി എന്ന രൂപത്തിൽ ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ പേര് പരിഗണിക്കുമ്പോൾ അതിനു മുമ്പേ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ PV നരസിംഹറാവുവിനെയും ചരൺ സിംഗിനെയും ഒന്നും BJP കണ്ടില്ലല്ലോ. അപ്പൊ 5-8 വർഷം അതിനും കഴിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിന്റെ 2 മാസം മുമ്പ് മുൻ പ്രധാനമന്ത്രിമാർ അവർ രാജ്യത്തിന് കുറെ സേവനം ചെയ്തിരുന്നു എന്ന രൂപത്തിൽ ഇപ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് എന്ന് എല്ലാവർക്കും കൃത്യമായി ബോധ്യപ്പെടും. അതോടൊപ്പം തന്നെ ബാബറി മസ്ജിദ് തകർത്തയാൾക്കും തകർക്കാൻ നേതൃത്വം കൊടുത്തയാൾക്കും അത് അനുവദിച്ചയാൾക്കും കൊടുത്തു എന്നത് കേവലം പള്ളിക്കളയേണ്ട കാര്യമല്ല, അതിലും കൃത്യമായിട്ട് രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ 29ഓളം കക്ഷികൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അണിനിരന്നു. ആ 29ഓളം കക്ഷികൾ ഒറ്റ മനസ്സോടെ നിന്നാൽ ഭരണ തുടർച്ചയിലേക്ക് വരാൻ കഴിയില്ല എന്ന ബോധ്യം NDAക്കുണ്ട്. അതുകൊണ്ട് എല്ലാ തരത്തിലും ആ മുന്നണിയെ തകർക്കാനും ആ മുന്നണിയുടെ ഭാഗമായി അണിനിരുന്നവരെ തിരിച്ചു കൊണ്ടുവരാനും ഉള്ള രാഷ്ട്രീയ അജണ്ട പൂർത്തീകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഇപ്പോ ജനതാദൾ യുവിന്റെ കാര്യത്തിൽ അവർ വിജയിച്ചു, RLDയുടെ കാര്യത്തിലും അവർ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് കഴിഞ്ഞ 2-3 ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളും ഇടപെടലുകളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അവർ ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു. ഇപ്പൊ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ പച്ചയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ അരവിന്ദ് കെജ്രിവാൾ തന്നെ പറഞ്ഞില്ലേ BJP ആയി മാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ ഞങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പരസ്യമായി തുറന്നു പറഞ്ഞു. 5ാമത്തെ സമൻസാണ് ED അദ്ദേഹത്തിന് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ NCPയെ പിളർത്ത കാര്യത്തിലും അതുപോലെ ശിവസേനയെ പിളർത്തിയ കാര്യത്തിലും അവിടെ സ്പീക്കറെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം, അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷനെ ദുരുപയോഗം ചെയ്യുന്നു, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം കൊടുക്കുന്ന കാര്യത്തിൽ ചിഹ്നത്തിന്റെ കാര്യത്തിലുമെല്ലാം കൃത്യമായിട്ടുള്ള അജണ്ട വെച്ചുള്ള പ്രവർത്തനം നടക്കുമ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാണ്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതാണ്, അതുപോലെ പച്ചയായിട്ടുള്ള രാഷ്ട്രീയം കളിയാണ് എന്ന് നമുക്കെല്ലാം വ്യക്തമാകുന്നുണ്ട്. പരമോന്നത നീതിപീഠത്തിൽ നിൽക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും അതുപോലെ അടുത്ത കാലത്തായി മറ്റു പല കോടതികളിൽ നിന്ന് വരുന്ന കേസുകളിലേക്ക് നയിക്കുന്ന സാഹചര്യമായാലും അതിനുവേണ്ടി ചില ആളുകൾ ഹർജികളുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന സാഹചര്യം എല്ലാം എടുത്ത് പരിശോധിച്ചാൽ ഈ രാഷ്ട്രത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ, ഹിന്ദുത്വ അജണ്ടയിലേക്ക് ഈ രാഷ്ട്രത്തെ എത്തിക്കുവാൻ, ഭരണഘടനയെ ദുർബലപ്പെടുത്താൻ, അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും ഗൗരവത്തോടെ പുറത്തേക്ക് വരുന്ന സാഹചര്യം നാം കാണുകയാണ്. ഇപ്പൊ ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നത് വരുന്ന 2 ആഴ്ചക്കുള്ളിൽ തന്നെ പ്രഖ്യാപിക്കപ്പെടും എന്ന രൂപത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതായത് ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടല്ലോ, തെരഞ്ഞെടുപ്പുകളെ ഇല്ലാത്ത ഒരു രാഷ്ട്രമാക്കി ഈ രാഷ്ട്രത്തെ മാറ്റണം, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ എന്ന പേര് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് എടുത്തു കളയും. ഇപ്പൊ തന്നെ ഭാരത് എന്ന രൂപത്തിലേക്കായി മാറി.
ക്രിമിനൽ നിയമങ്ങളെല്ലാം അമെന്റ്മെന്റ് വരുത്തിയപ്പോഴും അത് ഹിന്ദി നാമത്തിലേക്കും സംസ്കൃത നാമത്തിലേക്കും എല്ലാം പോയപ്പോ ഇന്ത്യ പോയില്ലോ, എല്ലാം ഭാരതത്തിലേക്ക് ഒതുങ്ങി. ഇപ്പോ സുപ്രീം കോടതി അവസാനം വിധി പറഞ്ഞ കാശ്മീരിന്റെ കേസിലാണെങ്കിലും ആർട്ടിക്കിൾ 3 വിരുദ്ധമാണ് ഒരു സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റി പ്രഖ്യാപിക്കുന്നത്. പൂർണ്ണമായും ആർട്ടിക്കിൾ 3 എതിരാണെങ്കിലും സുപ്രീം കോടതിയിൽ അണ്ടർടേക്ക് ചെയ്തിരിക്കുകയാണ് സോളിസിറ്റർ ജനറൽ. അതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് കടക്കുന്നില്ല. കാശ്മീരിന്റെ വിശേഷാധികാരം എടുത്തു കളയാൻ വേണ്ടി സ്വീകരിച്ച വഴികളെല്ലാം ഭരണഘടനാ വിരുദ്ധമാണ്, അത് വളഞ്ഞ വഴിയാണ്, അത് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ എന്നാലും അത് നയപരമായിട്ടുള്ള കാര്യമാണ്, ഇടപെടുന്നില്ല. അപ്പോ എല്ലാ രംഗത്തും ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തകർക്കാനും ഈ രാജ്യത്തിന്റെ എല്ലാ തരത്തിലുള്ള ബഹുസ്വരതയെ തകർക്കാനും പ്രതിഷേധത്തിന്റെ സ്വരമുയർത്തിയാൽ, പറഞ്ഞില്ലേ മീനാക്ഷിയിലേക്ക് പറഞ്ഞ വാചകമില്ലേ, മിണ്ടാതിരുന്നോളം അവിടെ അല്ലെങ്കിൽ ഇഡി വരുമെന്ന് പറഞ്ഞതുപോലെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെയും ഗവർണർമാരെയും എല്ലാം ശരിക്കും രാഷ്ട്രീയപരമായി ഉപയോഗിച്ച് സാമ്പത്തിക ഫെഡറലിസം, സഹകരണ ഫെഡറലിസം തകർത്ത് ഈ രാജ്യത്തിന്റെ എല്ലാ നേട്ടങ്ങളെയും സൗഭാഗ്യങ്ങളെയും എല്ലാം തകർത്ത് ഒരു ഹിന്ദുത്വ അജണ്ടയിലേക്ക് രാഷ്ട്രത്തെ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് ഇനിയും പ്രഖ്യാപനങ്ങൾ വരും, ഇനിയും ഡിക്ലറേഷൻസ് ഒക്കെ പടിപടിയായി വരും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെ വലിയ രൂപത്തിൽ ഉള്ള പ്രഖ്യാപനങ്ങളെല്ലാം വീണ്ടും ഭരണത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യത്തിലേക്കായിരിക്കും. ഈ പ്രതിപക്ഷ കക്ഷികളെ നിങ്ങൾ പറയുന്നത് പോലെ BJP വിരുദ്ധ പ്ലാറ്റ്ഫോമിൽ ഉറപ്പിച്ച് നിർത്താനും അവർക്ക് ആത്മവിശ്വാസം കൊടുക്കാനും ഒക്കെ കഴിയാതിരിക്കുന്നത് പ്രതിപക്ഷ ബ്ലോക്കിന്റെ വലിയ പരാജയമല്ലേ? നിങ്ങൾ ഒരു തരത്തിലും എവിടെയും ഇല്ല ഈ പിക്ചറിൽ എന്ന അവസ്ഥയിൽ എത്തിയില്ലേ? മിസ്റ്റർ അഭിലാഷ്, ഇന്നലെ ഡൽഹിയിൽ CPM-ന്റെ നേതൃത്വത്തിൽ, കേരളത്തിലെ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ 14 കക്ഷികൾ പങ്കെടുത്ത് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടാണ്. കേവലം ഒരു സംസ്ഥാനം നടത്തുന്ന പോരാട്ടം എന്ന രൂപത്തിലാണോ അത് ചിത്രീകരിക്കപ്പെട്ടത്? അത് വിജയിച്ചത്? ഇന്ത്യ മുഴുവൻ ചർച്ചയായത്? ഇന്ന് ദേശീയ മാധ്യമങ്ങളിൽ എല്ലാം അത് തന്നെയല്ലേ ചർച്ച? 2 മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രിമാർ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളടക്കം. അപ്പോൾ യോജിക്കാവുന്ന എല്ലാ വിഷയങ്ങളിലും യോജിച്ച് ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്കാണ് പോകുന്നത്. 10-29 കക്ഷികളാവുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും ചെറിയ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളെല്ലാം ഉണ്ടാവും. അത് പരിഹരിച്ച് ഒറ്റക്കെട്ടായി പോകുവാനുള്ള നല്ല ശക്തമായിട്ടുള്ള ഇടപെടലാണ് നടത്തുന്നത്.